നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് 10-ലധികം പുതിയ തലമുറയിലെ ഗായകരെ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ എക്സൈസ് പരിപാടികളുടെ മറവിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, പുതുതലമുറയിലെ ചില ഗായകർ ഈ പരിപാടികൾക്ക് മുൻപും ശേഷവും ഈ ലഹരി ഉപയോഗിക്കുകയും അതിനുള്ള അവസരം മറ്റു ചിലർക്ക് ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു. ഇതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് 10-ലധികം പുതുതലമുറ ഗായകരെ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ പല പരിപാടികൾക്ക് എത്തുന്നതിന് മുൻപ് നിരോധിത ലഹരി വസ്തുക്കളിൽ പലതും ഉപയോഗിച്ച ശേഷമാണ് സ്റ്റേജിലേക്ക് എത്താറുള്ളത് എന്നുള്ളത് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ചിലർക്ക് പണം വാങ്ങി ഏറ്റെടുത്ത പരിപാടി നടത്താൻ കഴിയാത്ത വിധം ലഹരി ഉപയോഗിച്ച് അവിടെ നിന്നും മടങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതായും എക്സൈസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് എക്സൈസ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഇത്തരക്കാർക്കെതിരായിട്ടുള്ള തെളിവ് ശേഖരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് എക്സൈസിൻ്റെ തീരുമാനം. ആവശ്യമെങ്കിൽ തെളിവ് ശേഖരണത്തിന് ഇവരുടെ മുടിയുടെ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കണം. കാരണം മുടി പരിശോധിച്ചാൽ മാത്രമാകും പുതിയ പല ലഹരികളും ഉപയോഗിച്ചതായി കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മുടിയുടെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും പുതുതലമുറ ഗായകരിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കർശനമായി തന്നെ നേരിടണം എന്ന് തന്നെയാണ് എക്സൈസിൻ്റെ തീരുമാനം. അതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നു. എസ് കെ. താങ്ക് യു ശ്യാംകുമാർ.